അപ്പോൾ നമ്മൾ 45 ഡിഗ്രി ഇവിടെ സൈന് കോസ് ടാന് ഇത് പഠിച്ചു. പിന്നെ 45 45 90 വരുന്ന ത്രികോണത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പഠിച്ചു. ഒരു സൈഡ് തന്നാൽ ബാക്കി സൈഡുകളൊക്കെ എങ്ങനെയാണ് കാണുക എന്നുള്ളതൊക്കെ ഒരുപാട് പ്രോബ്ലം ചെയ്ത് പഠിച്ചു. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും. ഇനി 30 ഡിഗ്രിയിലും 60 ഡിഗ്രിയിലും എന്തൊക്കെയാണ് സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെ ഒക്കെ വാല്യൂ വരിക എന്നുള്ളതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ 45 പറഞ്ഞ സമയത്ത് നമുക്കറിയാം രണ്ട് സൈഡുകൾ തുല്യമായിട്ടുള്ള അല്ലേ, 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 യൂണിറ്റ് രണ്ട് സൈഡുകൾ തുല്യമായിട്ടുള്ള ഒരു ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇനി ഈ കേസിൽ എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ 3 സൈഡുകൾ തുല്യമായ ഒരു ത്രികോണമാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. 3 സൈഡുകൾ തുല്യമായ ഒരു ത്രികോണം. അപ്പോൾ ഈ ത്രികോണത്തിന്റെ പേര് ABC എന്നാണ് എന്ന് കരുതിക്കോളൂ. അതിൻ്റെ 3 സൈഡുകളും തുല്യമാണ് എന്നും കരുതിക്കോളൂ. ത്രികോണത്തിന്റെ 3 സൈഡുകൾ തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 3 ആംഗിളുകളും എന്ത് തന്നെയായിരിക്കും? തുല്യമായിരിക്കും. അത് 60 ഡിഗ്രി വീതവും ആയിരിക്കും അല്ലേ. ടോട്ടൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ 3 സൈഡുകൾ തുല്യമായത് കൊണ്ട് തന്നെ ആ സൈഡുകൾക്കൊക്കെ ഓപ്പോസിറ്റുള്ള ആംഗിളുകളും തുല്യമായിരിക്കും. അത് 60 ഡിഗ്രി വീതവുമാണ് വരിക. അപ്പൊ ഇങ്ങനെ ഒരു ത്രികോണം കിട്ടി. ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ത്രികോണത്തിന്റെ ഓരോ വശങ്ങളും 1 യൂണിറ്റ് വീതമാണ് എന്ന് കരുതുക. ഓരോ വശങ്ങളും 1 യൂണിറ്റ് വീതമാണ്. അപ്പൊ ഇതൊരു യൂണിറ്റ് ആണ്, ഇതൊരു യൂണിറ്റ് ആണ്, ഇതും 1 യൂണിറ്റ് ആണ് എന്ന് കരുതുക. 3 വശം തുല്യമാണല്ലോ. അപ്പൊ തൽക്കാലം എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇതൊക്കെ 1 യൂണിറ്റ് വീതമാണ് എന്ന് കരുതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ ബി എന്ന് പറയുന്ന വശത്തേക്ക്, സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ ബി എന്ന് പറയുന്ന വശത്തേക്ക് ഒരു പെർപെൻഡിക്കുലർ, അതായത് ഒരു ലംബം വരയ്ക്കാൻ പോകണം. ഒരു ലംബം വരയ്ക്കാൻ പോകണം. ഇങ്ങനൊരു ലംബം വരയ്ക്കാൻ പോകണം. അപ്പോൾ 3 സൈഡുകളും തുല്യമായ ഒരു ത്രികോണമായതുകൊണ്ട് തന്നെ ഈ വരയ്ക്കുന്ന ലംബം തൽക്കാലം ഒരു ഡി എന്ന് പേര് കൊടുക്കുക. സി ഡി എന്ന് പറയുന്ന ലംബം എ ബി എന്ന് പറയുന്ന വശത്തിനെ തുല്യമായി ഭാഗിക്കും. ഈക്വൽ ആയിട്ടുള്ള ലെങ്ത് ആയിട്ട് ഭാഗിക്കും. അപ്പോൾ നമ്മൾ ചെയ്തത് ആദ്യം ഒരു സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 യൂണിറ്റ് വീതമുള്ള ഒരു ത്രികോണം എടുത്തു. എന്നിട്ട് സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു ലംബം വരച്ചു, ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അങ്ങനെ ലംബം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ഈ എ ബി എന്ന് പറയുന്ന വശത്തിനെ അത് തുല്യ ഭാഗങ്ങളാക്കി കട്ട് ചെയ്യുന്നു, ഈക്വൽ ആക്കിയിട്ട് കട്ട് ചെയ്യുന്നു. അതിന്റെ അർത്ഥം ഇവിടെ എ ഡി എന്ന് പറയുന്ന സൈഡും ഡി ബി എന്ന് പറയുന്ന സൈഡും എന്താണ്? തുല്യമാണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോ ഈ എ ബി ടോട്ടൽ 1 ആണ്. അപ്പോ ഇതും അതിന്റെ പകുതി ആയിരിക്കും. അത് രണ്ടും 1/2 വീതവും ആയിരിക്കും. അത് എത്രയായിരിക്കും? ഇത് 1/2, ഓട്ടോമാറ്റിക്കലി ഇതും 1/2. ദാറ്റ് ഈസ് AD ഈക്വൽ ടു DB, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 2 ത്രികോണം ഇപ്പൊ എന്തായി? വലിയ ത്രികോണത്തിനെ 2 ത്രികോണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ആ 2 ത്രികോണത്തിൽ ഏതെങ്കിലും ഒരു ത്രികോണത്തിനെ മാത്രം മാറ്റി വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പൊ തൽക്കാലം നമ്മൾ ഈ ഒരു സൈഡ് എടുത്തു CDB എന്ന് പറയുന്ന ത്രികോണം മാത്രമായിട്ട് ഇവിടേക്ക് മാറ്റി ഒന്ന് വരയ്ക്കാൻ പോവാം. ഇതാ ഇങ്ങനെ ഒന്ന് മാറ്റി വരയ്ക്കാൻ പോവാം. ഇപ്പൊ ആ വലിയ ത്രികോണത്തിന്റെ ഒരു ഭാഗം മാത്രം മാറ്റി വരച്ചു. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇത് 90 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. ഓട്ടോമാറ്റിക്കലി ഇത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതില് ഈ സൈഡ് തന്നിട്ടുണ്ട്, അത് 1 ആണ്. ഈ സൈഡ് കിട്ടി നമുക്ക്, അത് 1/2 ആണ്. ഇനി ആ പേരുകൾ അതേപോലെ തന്നെ എഴുതാൻ പോവാണ്. ഇതിന്റെ പേര് ബി,
ഇതിന്റെ പേര് ഡി, ഇതിന്റെ പേര് സി. ഇപ്പൊ അറിയാം ഇതൊരു മട്ട ത്രികോണമാണ്, റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണ്. അതിന്റെ ഹൈപ്പോട്ടന്യൂസും താഴത്തെ ബേസും തന്നിട്ടുണ്ട്, അതായത് കർണവും പാദവും തന്നിട്ടുണ്ട്, ലംബം തന്നിട്ടില്ല. അപ്പൊ നമുക്കറിയാം ഒരു ത്രികോണത്തിന്റെ രണ്ട് സൈഡുകൾ തന്ന് മൂന്നാമത്തെ സൈഡ് തന്നിട്ടില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി പൈതഗോറസ് തിയറമാണ് ഉപയോഗിക്കുക. പൈതഗോറസ് എന്താ പറഞ്ഞത്? ഈ സൈഡിന്റെ സ്ക്വയറും ഈ സൈഡിന്റെ സ്ക്വയറും കൂട്ടിയാൽ ഈ സൈഡിന്റെ സ്ക്വയർ കിട്ടും. അപ്പൊ എങ്ങനെ നമ്മൾ എഴുതും? ഡി ബി സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ എന്ന് കിട്ടി. ഡി ബി സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ ഈക്വൽ ടു ഡി സി സ്ക്വയർ, ബി സി സ്ക്വയർ കിട്ടി. ഇനി ഇതിന് അറിയുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ എഴുതിക്കോ. ഡി ബിന്റെ വാല്യൂ അറിയാം 1/2 ആണ്. സോ ഇറ്റ് ഈസ് 1/2 സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് കിട്ടും. ഈക്വൽ ടു 1 സ്ക്വയർ, 1 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ. ഓക്കെ, ഇനി നോക്കുക മക്കളെ, നമുക്ക് വേണ്ടത് ഡി സി സ്ക്വയർ അല്ലേ? അപ്പോ ഇതിനെ മാത്രം ഇവിടെ നിർത്തുക, ഇയാളെ ഇവിടെ നിന്നും ഇങ്ങോട്ട് കൊണ്ടുപോവുക. ഇയാളെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എന്താവും? അത് മൈനസ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ എങ്ങനെ ഉണ്ടാവും? ഡി സി സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ മൈനസ് 1/2 ഹോൾ സ്ക്വയർ എന്നുണ്ടാവും. ദാറ്റ് ഈസ് 1 സ്ക്വയർ മൈനസ് 1/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് കാണുക? ഒരു പണിയില്ല, ആദ്യം 1ന്റെ സ്ക്വയർ എടുക്കുക, 1ന്റെ സ്ക്വയർ 1 തന്നെ, 2ന്റെ സ്ക്വയർ എടുക്കുക, 2ന്റെ സ്ക്വയർ 4. ഓക്കെ, ഇവിടെ നമുക്കറിയാം 1ന്റെ സ്ക്വയർ ആണ്, 1ന്റെ സ്ക്വയർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിനെ ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യൽ എങ്ങനെയാ? 1 × 4 4, ഇതിനെങ്ങനെ അങ്ങോട്ട് വിളിക്കുക? 1 × 4 4, 1 × 1 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടി? ഡി സി സ്ക്വയറിന്റെ വാല്യൂ ഇത് ഇങ്ങോട്ട് എഴുതാണ് കേട്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതാണ്. ഡി സി സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് 3/4 എന്ന് കിട്ടി. നമുക്ക് വേണ്ട ഡി സിയുടെ വാല്യൂ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? രണ്ട് സ്ഥലത്തും റൂട്ട് എടുക്കണം. അപ്പൊ എന്ത് കിട്ടും? റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് ഡി സി സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 3/4 എന്ന് കിട്ടും. റൂട്ട് ഡി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ടും കൂടി കട്ട് ചെയ്ത് പോയി ഡി സി എന്നാവും. ഇത് റൂട്ട് എടുക്കുക മീൻസ് ഈ താഴെ ഉള്ളതിന് മേലെ ഉള്ളതിന്റെ താഴെ ഉള്ളതിന്റെ റൂട്ട് എടുക്കണം. 3ന്റെ റൂട്ട് എടുത്താൽ അത് റൂട്ട് 3 എന്നാവും. 4ന്റെ റൂട്ട് എടുത്താൽ അത് 2 എന്നാവും. സോ ഡി സി എന്ന് പറയുന്ന സൈഡ് കിട്ടി. അത് എത്രയാണ്? റൂട്ട് 3/2 ആണ്. ഈ സൈഡ് കിട്ടി, ദാറ്റ് ഈസ് റൂട്ട് 3/2. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് ഈ ഒരു ട്രയാങ്കിളിന്റെ ഈ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളും കിട്ടി. മൂന്നാമത്തെ വശം കിട്ടാൻ വേണ്ടി ചെയ്തത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. പൈതഗോറസ് പറഞ്ഞ ഡി ബി സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ ഈക്വൽ ടു ബി സി സ്ക്വയർ, അതിൽ 1/2 സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് വന്നു. ഡി സി സ്ക്വയറിന്റെ വാല്യൂ ആണ് കാണുന്നത്, അതിനെ ഇവിടെ നിർത്തി 1/2 അപ്പുറം കൊണ്ടുപോയി. ദാറ്റ് ഈസ് 1 സ്ക്വയർ മൈനസ് 1/2 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 1 മൈനസ് 1/4 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക മീൻസ് ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ ഇങ്ങനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 4 - 1 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് 3/4 എന്ന് കിട്ടും. ഡി സി സ്ക്വയറിന്റെ വാല്യൂ 3/4 ആണ്. രണ്ട് വശത്തും റൂട്ട് എടുക്കുക. സോ ഡി സി ഈക്വൽ ടു റൂട്ട് 3/2 എന്ന് കിട്ടും. അപ്പൊ എന്താ നമുക്കായത്? ആ ഒരു ത്രികോണത്തിന്റെ 3 സൈഡുകളും നമുക്ക് കിട്ടി. ആ ഒരു ത്രികോണത്തിന്റെ 3 സൈഡുകളും കിട്ടി. ഇനി ഈ ഒരു ആംഗിളിനെ ബേസ് ചെയ്ത്, അതായത് 60 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളിനെ ബേസ് ചെയ്ത് സൈനും കോസും ടാനും നമ്മൾ കാണാൻ പോവാണ്. ഈ 60 ഡിഗ്രിനെ ബേസ് ചെയ്തിട്ട് സൈന്, കോസ്, ടാന് അത് കാണാൻ പോവാം. തൽക്കാലം ഇത് മായ്ക്കാണ്. ഇത് നിങ്ങളൊക്കെ എഴുതിയെടുക്കണം. എങ്ങനെയാണ് ഈ സൈഡ് കിട്ടിയെന്നുള്ളത് എഴുതിയെടുക്കണം. ബോർഡിൽ സ്ഥലമില്ലാത്തത് മായ്ക്കാം കേട്ടാ. ഇനി 60 ഡിഗ്രിനെ ബേസ് ചെയ്തിട്ട് സൈനും കോസും ടാനും പറയാൻ പോവാം. ആദ്യം സൈൻ 60 എന്താണെന്ന് നോക്കാം. സൈൻ 60 നമുക്കറിയാം സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർവശത്തിനെ കർണം കൊണ്ട് ഡിവൈഡ് ചെയ്താണ്. എതിർവശം ബൈ കർണം, അതിനെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം?
ഓ ഡിവൈഡഡ് ബൈ എച്ച് എതിർവശം ബൈ കർണം. ഓപ്പോസിറ്റ് എന്താ വരുന്നത്? √3/2 √3/2 ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. √3/2 1 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാണ് കിട്ടുക? √3/2 എന്ന് തന്നെയാണ് കിട്ടുക. √3/2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? sin 60യുടെ വാല്യൂ √3/2 ആണ് എന്നുള്ള റിസൾട്ട് കിട്ടി. അപ്പൊ ഇതിവിടെ എഴുതി വെക്കാം നമുക്ക്. sin 60 = √3/2. ഇനി രണ്ടാമത്തത് cos 60 എന്ത് വരും നോക്കാം. cos 60 cos എന്ന് പറഞ്ഞാൽ എന്താ? സമീപവശം, ദാറ്റ് ഈസ് അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതായത് സമീപവശം ഡിവൈഡഡ് ബൈ കർണം. അപ്പൊ എന്ത് വരും? 1/2 ഓൾ ഡിവൈഡഡ് ബൈ 1. 1/2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് തന്നെയാണ് കിട്ടുക? 1/2 എന്ന് തന്നെയാണ് കിട്ടുക. അപ്പോ cos 60യുടെ വാല്യൂ കിട്ടി. സോ അത് ഇവിടെ എഴുതാം. cos 60 = 1/2 എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ ആള് tan 60 കിട്ടണം. tan 60 tan എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എതിർവശം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. എതിർവശം ഡിവൈഡഡ് ബൈ സമീപവശം. അപ്പൊ എന്താ എതിർവശം? √3/2 ഓൾ ഡിവൈഡഡ് ബൈ 1/2 എന്നാവും കിട്ടുക. ഇപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ഡിവിഷൻ വന്നിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ രണ്ട് ഡിവിഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? താഴെയുള്ളതിന്റെ ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് താഴെയുള്ളതിനെ തലതിരിച്ചിട്ടിട്ട് ഗുണിക്കുക. ഇപ്പൊ എന്ത് കിട്ടും? മേലുള്ളത് ഇതേപോലെ തന്നെ √3/2, താഴെ 1/2. അതിന് തിരിച്ചിട്ട് എന്താവുക? 2/1 കിട്ടും. സോ 2 ഉം 2 ഉം കട്ട് ചെയ്ത് പോയി. ദാറ്റ് ഈസ് √3/1 ദാറ്റ് ഈസ് ഈക്വൽ ടു √3 എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടി? tan 60യുടെ വാല്യൂ കിട്ടി. അത് എത്രയാണ്? √3 ആണ്. tan 60 = √3 എന്ന് കിട്ടി. അപ്പൊ എന്ത് കിട്ടി? 60 ഡിഗ്രിയെ ബേസ് ചെയ്തിട്ട് സൈന് കിട്ടി, കോസ് കിട്ടി, ടാനും കിട്ടി. sin 60 എന്ന് പറഞ്ഞാൽ √3/2, cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, tan 60 എന്ന് പറഞ്ഞാൽ √3 ആണ്. അപ്പൊ ഇത് കിട്ടലൊക്കെ വളരെ നിസ്സാരമാണ്. ആകെ ഇതിലൊക്കെ പ്രശ്നവും കൺഫ്യൂഷനും വരാനുള്ള ഒരു സാഹചര്യം ഈ റൂട്ടൊക്കെ വരുന്ന സമയത്ത് ഡിവൈഡ് ചെയ്യാനുള്ളത്, അതേപോലെ സ്ക്വയർ ചെയ്യാനുള്ളതൊക്കെ വേണമെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആയിട്ട് വരും. പക്ഷെ ഈ തെളിയിച്ചത് പിന്നെയും കാണാം. അപ്പൊ എങ്ങനെയാണ് ആ ക്രിയകൾ കിട്ടിയത് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ അത് ഈ സിമ്പിൾ ആയിട്ട് മാറും. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, ഇതിലൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പൊ 60 ഡിഗ്രീന്റെ സൈനും കോസും ടാനും എഴുതി. ഇനി 30 ഡിഗ്രിയുടെ കിട്ടണം. ഓക്കെ, അപ്പൊ അതെങ്ങനെ കിട്ടും നോക്കാം. ആദ്യം സൈൻ 30 എന്ന് പറയാ എന്താണ്? എതിർവശം ഡിവൈഡഡ് ബൈ കർണമാണ്. അപ്പൊ 30ന്റെ എതിർവശം 1/2. സോ 1/2 ഡിവൈഡഡ് ബൈ 1 എന്ന് കിട്ടും. 1/2 ഡിവൈഡഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അപ്പൊ എന്ത്? സൈൻ 30ന്റെ വാല്യൂ 1/2 ആണ്. സൈൻ 30 ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. ഇനി രണ്ടാമത് കോസ് 30 കാണണം. കോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാ? സമീപവശം ഡിവൈഡഡ് ബൈ കർണമാണ്. 30ന്റെ സമീപവശം എന്താ? √3/2 ദാറ്റ് ഈസ് √3/2 ബൈ 1. √3/2 ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു √3/2 എന്ന് തന്നെ കിട്ടും. ഇനി അടുത്തത് എന്ത് കിട്ടണം? tan 30 കിട്ടണം. tan എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാല്? എതിർവശം ഡിവൈഡഡ് ബൈ സമീപവശം, അതായത് ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ്. അപ്പൊ എന്നിട്ട് 30ന്റെ ഓപ്പോസിറ്റ് 1/2 ആണ്. 1/2 ഡിവൈഡഡ് ബൈ √3/2. നേരത്തെ വന്ന പോലെ തന്നെ ഇതിൽ എന്ത് വന്നു? 2 ഡിവിഷൻ വന്നു. അപ്പൊ താഴെയുള്ളതിനെ തിരിച്ചിട്ട് ഇങ്ങനെ ഗുണിക്കുക. എന്ത് കിട്ടും? 1/2 ഇൻറ്റു താഴെ തിരിച്ചിട്ടാൽ 2/√3 എന്ന് കിട്ടും. 2 ഉം 2 ഉം കട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√3. അപ്പൊ എന്തിന്റെ വാല്യൂ കിട്ടി? tan 30ന്റെ വാല്യൂ കിട്ടി അല്ലെ? cos 30 ഇവിടെ എഴുതിയിട്ടില്ല അല്ലെ? cos 30 ഈക്വൽ ടു √3/2. അതേപോലെ
tan 30 ഈക്വൽ ടു 1/√3 എന്ന് കിട്ടി. അപ്പൊ എന്താ കിട്ടിയത്? 30 ഡിഗ്രിയെ ബേസ് ചെയ്തിട്ടുള്ളതും കിട്ടി. അപ്പൊ ഈ വാല്യൂസ് വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. sin 60, cos 60, tan 60, sin 30, cos 30, tan 30 എന്നിവയുടെ വാല്യൂ അത് കിട്ടിയ രൂപമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കിട്ടുക എന്നുള്ളതൊക്കെ നോക്കാം. നോക്കൂ. ഈ വാല്യൂസ് ഒക്കെ എഴുതി ഒരു ബോക്സിലാക്കി വെക്കണം. sin 30, cos 30, tan 30, sin 60, cos 60, tan 60 അതൊക്കെ എഴുതി ബോക്സിലാക്കി വെക്കേണ്ടത് നിർബന്ധമാണ്. ഇനി നോക്ക്, ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവും. 90ന്റെ ഓപ്പോസിറ്റിലാണ് 1 അല്ലേ? ആ 1ന്റെ പകുതിയാണ് 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിന്റെ ഓപ്പോസിറ്റിലാ? 30 ഡിഗ്രീന്റെ ഓപ്പോസിറ്റിലാ. അപ്പൊ ഒരു കാര്യം ആലോചിച്ച് നോക്കടാ, ഇങ്ങനെ ഒരു ത്രികോണം ഉണ്ടെന്ന് എഴുതുക. ഇത് 30 ആണെന്ന് എഴുതുക, ഇത് 90 ആണെന്ന് എഴുതുക, ഇത് 60 ആണെന്ന് കരുതുക. ഇനി മക്കൾ നോക്കിയട്ടെ, ഇവിടെ 1 90ന്റെ ഓപ്പോസിറ്റിൽ വന്നപ്പോ 30ന്റെ ഓപ്പോസിറ്റിൽ അതിന്റെ പകുതിയാണ് വന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 90ന്റെ ഓപ്പോസിറ്റിൽ ഇവിടെ 4 വന്നു എന്ന് എഴുതിക്കോ. അങ്ങനെയാണെങ്കിൽ 30ന്റെ ഓപ്പോസിറ്റിൽ 4ന്റെ പകുതിയായ 2 ആയിരിക്കും വരിക. കേൾക്കുന്നുണ്ടോ? ഇനി അതേപോലെ വേറൊരു എക്സാമ്പിൾ നോക്കിക്കോ. ഈ 90ന്റെ ഓപ്പോസിറ്റിൽ ഇവിടെ 6 ആണ് വന്നതെന്ന് എഴുതിക്കോ. ഈ 30ന്റെ ഓപ്പോസിറ്റിൽ 6ന്റെ പകുതി എത്രയായിരിക്കും വരിക? 3 ആയിരിക്കും വരിക. അപ്പൊ മനസ്സിലാക്കേണ്ടത് 90ന്റെ ഓപ്പോസിറ്റിൽ എന്താണോ അതിന്റെ പകുതി ആയിരിക്കും എന്തിന്റെ ഓപ്പോസിറ്റിൽ വരിക? 30ന്റെ ഓപ്പോസിറ്റിൽ വരിക. ഓക്കെ, അപ്പോ ഒരു 30, 60, 90 ത്രികോണത്തിൽ ഒരു ട്രയാങ്കിളിൽ 30, 60, 90 ട്രയാങ്കിളിൽ എന്താണോ 90ന്റെ ഓപ്പോസിറ്റിൽ വരുന്ന വാല്യൂ അതിന്റെ പകുതി ആയിരിക്കും 30ന്റെ ഓപ്പോസിറ്റിൽ വരിക എന്നർത്ഥം. ഇനി നോക്ക്, ഇവിടെ √3/2 ആണ് 60ന്റെ ഓപ്പോസിറ്റിൽ ഉള്ളത്. ഈ √3/2നെ കുറച്ചും കൂടി ഒരു ഭംഗിയുള്ള ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാൻ അറിയാം? ഇങ്ങനെ എഴുതാം, √3 × 1/2 എന്ന് എഴുതാം. കേട്ടോ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ഈ √3/2 എന്നുള്ളതിനെ √3 × 1/2 എന്ന് എഴുതാം. അപ്പൊ നമ്മളിതാ a/2 എന്നാണെന്ന് എഴുതിക്കോ. എങ്ങനെ എഴുതാം? a × 1/2 എന്ന് എഴുതാം. b/2 എന്നാണെന്ന് എഴുതിക്കോ. എങ്ങനെ എഴുതാം? b × 1/2 എന്ന് എഴുതാം. അതേപോലെ 5/2 ആണെന്ന് എഴുതിക്കോ. എങ്ങനെ എഴുതാം? 5 × 1/2 എന്ന് എഴുതാം. അതുപോലെ തന്നെ √3/2 എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? √3 × 1/2 എന്ന് എഴുതാം. √3 × 1 √3/2. ഓക്കെ, അപ്പൊ അത് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാന്നാ പറഞ്ഞത്? √3 × 1/2 എന്ന് എഴുതാം. അപ്പൊ അതൊന്നൊരു കാര്യം മനസ്സിലായില്ലേ? 30ന്റെ ഓപ്പോസിറ്റിൽ എന്താണ്? 1/2 ആണ്. അപ്പോ 60ന്റെ ഓപ്പോസിറ്റിൽ എന്താ? √3 × 1/2. അതായത് 30ന്റെ ഓപ്പോസിറ്റിൽ എന്താണോ അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60ന്റെ ഓപ്പോസിറ്റിൽ കിട്ടും. ഓക്കെ, അപ്പൊ രണ്ട് കാര്യം പറഞ്ഞത്, എന്താണോ 30ന്റെ ഓപ്പോസിറ്റിൽ അതിന്റെ ഇരട്ടി ആയിരിക്കും 90ന്റെ ഓപ്പോസിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ നേരെ തിരിച്ച 90ന്റെ ഓപ്പോസിറ്റിൽ എന്തോ അതിന്റെ പകുതിയാണിത് അല്ലെ? അപ്പൊ അതിന് നമുക്ക് എങ്ങനെയും പറയാൻ വേണമെങ്കിൽ 30ന്റെ ഓപ്പോസിറ്റിൽ എന്താണോ അതിന്റെ ഇരട്ടി ആയിരിക്കും 90ന്റെ ഓപ്പോസിറ്റിൽ ഉണ്ടാവുക. അതുപോലെ 30ന്റെ ഓപ്പോസിറ്റിൽ എന്താണോ അതിനെ √3 കൊണ്ട് ഗുണിച്ചതായിരിക്കും 60ന്റെ ഓപ്പോസിറ്റിൽ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കടാ, ഇത് 2 30ന്റെ ഓപ്പോസിറ്റിൽ 2 ആണെന്ന് എഴുതിക്കാം. 30ന്റെ ഓപ്പോസിറ്റിൽ എത്രയാ? 2 ആണ്. അങ്ങനെയാണെങ്കിൽ 60ന്റെ ഓപ്പോസിറ്റിൽ എത്രയായിരിക്കും? ഈ 2നെ √3 കൊണ്ട് ഗുണിച്ചത് 2√3 ആയിരിക്കും. 2√3. 90ന്റെ ഓപ്പോസിറ്റിലോ 2ന്റെ ഇരട്ടി 4. ഓക്കെ, ഇനി അതേപോലെ 30ന്റെ ഓപ്പോസിറ്റിൽ 3 ആണെന്ന് എഴുതിക്കോ. അപ്പോ 90ന്റെ ഓപ്പോസിറ്റിൽ 3ന്റെ ഇരട്ടി 6 കിട്ടി. 60ന്റെ ഓപ്പോസിറ്റില് ഈ 3നെ √3 കൊണ്ട് ഗുണിച്ചതായിരിക്കും. 3√3 എന്നായിരിക്കും. അപ്പോ ഇതാണ് ഈ ട്രയാങ്കിളിൽ മനസ്സിലാക്കേണ്ടത്.
ഒരു 30, 60, 90 ട്രയാങ്കിൾ മനസ്സിലാക്കാനുള്ളത് 30 ഡിഗ്രി കോണിന്റെ ഓപ്പോസിറ്റിൽ എന്താണോ, എതിർവശം എന്താണോ അതിന്റെ ഇരട്ടിയായിരിക്കും 90 ഡിഗ്രിയിൽ ഉണ്ടാവുക. അതേപോലെ 30ന്റെ ഓപ്പോസിറ്റിൽ എന്താണോ അതിനെ √3 കൊണ്ട് ഗുണിച്ചതായിരിക്കും 60ന്റെ ഓപ്പോസിറ്റിൽ ഉണ്ടാവുക. അപ്പൊ അതാണ് ബേസിക് കാര്യം. ഇനി ഈ ബേസിക് കാര്യത്തിനെ വെച്ചിട്ടായിരിക്കും എല്ലാം ഉണ്ടാവുക കേട്ടാ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കോ. വേറൊരു എക്സാമ്പിൾ നോക്ക്, പറയുന്നതിലേക്ക് വേറെ എക്സാമ്പിൾ. ഇപ്പോ ഇത് 30, ഇത് 60, ഇത് 90. 30ന്റെ ഓപ്പോസിറ്റിൽ 10 ആണെന്ന് കരുതിക്കോ. 30ന്റെ ഓപ്പോസിറ്റിൽ 10 ആണ്. സ്വാഭാവികമായിട്ടും 90ന്റെ ഓപ്പോസിറ്റിൽ എന്തായിരിക്കും? ഈ 10ന്റെ ഇരട്ടി. സോ ഇറ്റ് ഈസ് 20. കേട്ടില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 60ന്റെ ഓപ്പോസിറ്റിൽ എന്തായിരിക്കും? ഇതിനെ √3 കൊണ്ട് ഗുണിച്ചത്. അപ്പൊ എന്താ കിട്ടുക? 10√3 എന്ന് കിട്ടും. 10√3. എളുപ്പല്ലേ? ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ കുറെ എക്സാമ്പിളുകൾ ഇതിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് എക്സാമ്പിളുകൾ ചെയ്യാൻ പറ്റും. ഒരുപാട് എക്സാമ്പിളുകൾ ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ച് എക്സാമ്പിളുകളൊക്കെ പറയാം, ബാക്കിയുള്ളതൊക്കെ ചെയ്ത് നോക്കണം. ഇപ്പൊ വേറെ എക്സാമ്പിൾ നോക്ക്. ഇപ്പൊ ഇത് 30, ഇത് 60, ഇത് 90. 30ന്റെ ഓപ്പോസിറ്റിൽ 10√3 ആണ് എന്ന് എഴുതിക്കോ. 30ന്റെ ഓപ്പോസിറ്റിലാണ് 10√3. 30ന്റെ ഓപ്പോസിറ്റിലാണ് 10√3. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? 90ന്റെ ഓപ്പോസിറ്റിൽ ആവണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇതിന്റെ ഇരട്ടിയായിരിക്കും. 10√3ന്റെ ഇരട്ടിയായിരിക്കും. ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താ? 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 10√3 × 2 തരും. ദാറ്റ് ഈസ് 20√3. കണ്ട? അപ്പൊ 30ന്റെ ഓപ്പോസിറ്റിൽ 10√3 എന്നു. അപ്പൊ 90ന്റെ ഓപ്പോസിറ്റിൽ ഒന്നുണ്ടോ? ഇതിന്റെ ഇരട്ടി, അതായത് 20√3 വന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും 60ന്റെ ഓപ്പോസിറ്റിൽ വരിക? ഈ 10√3നെ √3 കൊണ്ട് ഗുണിക്കുന്നത്. അപ്പൊ എന്ത് കിട്ടും? 10√3 × √3. നമ്മൾ നേരത്തെ പഠിച്ചു √3 ഗുണിച്ചാൽ 3 ആണ് കിട്ടുക. സോ ഇറ്റ് ഈസ് 10 × 3 = 30 എന്ന് കിട്ടും. അപ്പൊ 60 ഡിഗ്രിന്റെ ഓപ്പോസിറ്റിൽ എത്രയായിരിക്കും? 30 ആയിരിക്കും. ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ. ഇതാ 30ന്റെ ഓപ്പോസിറ്റില് 10/√3 ആണെന്ന് എഴുതിക്കോ. 30ന്റെ ഓപ്പോസിറ്റിൽ എന്താണ്? 10/√3. അങ്ങനെയാണെങ്കിൽ 90ന്റെ ഓപ്പോസിറ്റിൽ എന്തായിരിക്കും? ഇതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്ത് കിട്ടും? 10/√3 × 2 ദാറ്റ് ഈസ് 20/√3 എന്ന് കിട്ടും. ഓക്കെ. ഇനി എന്തായിരിക്കും 60ന്റെ ഓപ്പോസിറ്റിൽ ഉണ്ടാവുക? ഇവനെ √3 കൊണ്ട് ഗുണിച്ചത്. അപ്പൊ എങ്ങനെ കിട്ടും? 10/√3 × √3 കട്ട് ചെയ്തു. ദാറ്റ് ഈസ് 10. കണ്ടോ? അപ്പൊ വളരെ സിമ്പിൾ ആണ് സംഗതി. ആ ബേസിക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മാത്രം ചെയ്യാനുള്ളതേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ചെയ്യാനുള്ളതില്ല. ഇനി നോക്കടാ, ഈ ക്വസ്റ്റ്യനിലൊക്കെ ഇപ്പൊ നമ്മൾ സോൾവ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനിലും 30ന്റെ ഓപ്പോസിറ്റിലുള്ള സംഖ്യയാണ് തന്നത്. എന്നിട്ട് ഇങ്ങോട്ട് ബാക്കിയുള്ളത് കണ്ടെത്താനാ പറഞ്ഞത്. ഇനി ഒരു പക്ഷേ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്ക്. ഇങ്ങനെയാണ് തന്നത് നോക്കിക്കോ. എങ്ങനെയാണ് തന്നത്? ഇതാ നോക്കട്ടാ, പല ടൈപ്പ് ചെയ്യണേ. നോക്ക്. 90ന്റെ ഓപ്പോസിറ്റ്. 90ന്റെ ഓപ്പോസിറ്റില് ഒരു 30 ആണെന്ന് കരുതിക്കോ. 90ന്റെ ഓപ്പോസിറ്റിൽ എത്രയാണ്? 30 ആണെന്ന് കരുതിക്കോ. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ കണ്ടെത്താനാണ് പറഞ്ഞത്. 90ന്റെ ഓപ്പോസിറ്റിൽ 30 ആണ്, എന്നിട്ട് ബാക്കിയുള്ളത് കണ്ടെത്തണം. അപ്പൊ എന്താ? 90ന്റെ ഓപ്പോസിറ്റിൽ എന്താണോ അതിന്റെ പകുതി ആയിരിക്കും 30ന്റെ ഓപ്പോസിറ്റിൽ. അപ്പോ 30ന്റെ പകുതി എത്രയാ? 15 ആയിരിക്കും 30ന്റെ ഓപ്പോസിറ്റിൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ 60ന്റെ ഓപ്പോസിറ്റിൽ എന്താവും? ഇതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോ 15√3. കണ്ടാ? എളുപ്പല്ലേ? അപ്പോ എന്താണോ 90ന്റെ ഓപ്പോസിറ്റ് അതിന്റെ പകുതി 30ന്റെ ഓപ്പോസിറ്റ് ഉണ്ടാവും. സോ 30ന്റെ പകുതി 15. ഈ 15നെ √3 കൊണ്ട് ഗുണിക്കുക. സോ 15√3 അതായിരിക്കും 60ന്റെ ഓപ്പോസിറ്റിൽ ഉണ്ടാവുക. വെരി സിമ്പിൾ. ഇനി അടുത്തൊരു ചോദ്യം നോക്ക്. അടുത്ത ചോദ്യം നോക്ക്. ഒരു എക്സാമ്പിൾ നോക്ക്. ഇതാ കാണുക, എക്സാമ്പിൾ കാണുക. ഇത് 90,
ഇതൊരു 30 ഡിഗ്രി നോക്കിക്കോട്ടോ, ഇത് 60 ഡിഗ്രി. ഈ വാല്യൂ ഒരു 30√3 എഴുതിക്കോ. അതായത് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിൽ 30√3 അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിൽ എന്തായിരിക്കും? 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിൽ 30√3 അങ്ങനെയാണെങ്കിൽ 30ന്റെ ഓപ്പോസിറ്റിൽ എന്തായിരിക്കും? അപ്പോൾ ആ ഒരു ഇക്വേഷൻ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു ഇക്വേഷൻ എഴുതാം. നമ്മൾ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? 60 ഡിഗ്രിയുടെ എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്, 60 ഡിഗ്രിയുടെ എതിർവശം ഈക്വൽ ടു എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? √3 ഇൻറ്റു 30 ഡിഗ്രിയുടെ എതിർവശം, ഇങ്ങനെ കിട്ടിയത് അല്ലെ. 60 ഡിഗ്രിയുടെ എതിർവശം എന്ന് പറയുന്നത് 30 ഡിഗ്രിയുടെ എതിർവശത്തിനെ √3 കൊണ്ട് ഗുണിച്ചതായിരിക്കും. ഇപ്പൊ നമുക്കിവിടെ 60 ഡിഗ്രിന്റെ ഓപ്പോസിറ്റിൽ എന്താന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താ കിട്ടുന്നത്? 30ന്റെ ഓപ്പോസിറ്റിൽ എന്താണെന്നുള്ള കിട്ടുന്നത്. അപ്പൊ ഈ √3നെ ഇങ്ങോട്ട് കൊണ്ടുവരെ, അപ്പൊ എന്താവും? ഡിവൈഡഡ് ബൈ √3 എന്നാവും. അപ്പൊ നമുക്ക് 60 ഡിഗ്രിയുടെ എതിർവശം ഡിവൈഡഡ് ബൈ √3 ഈക്വൽ ടു എന്ത് കിട്ടും? 30 ഡിഗ്രിയുടെ എതിർവശം എന്ന് കിട്ടും. അപ്പോ 60 ഡിഗ്രിയുടെ എതിർവശത്ത് എന്താണോ അതിനെ √3 കൊണ്ട് ഹരിച്ചാൽ 30 ഡിഗ്രിന്റെ എതിർവശം കിട്ടും. അവിടെ നോക്ക് മക്കളെ, 60ന്റെ ഓപ്പോസിറ്റിൽ 30√3 അല്ലേ? അപ്പൊ 30 ഡിഗ്രിന്റെ ഓപ്പോസിറ്റിൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ ചെയ്താനെ √3 ഹരിച്ചാൽ മതി. അപ്പൊ എങ്ങനെ കിട്ടും? 30√3 ഡിവൈഡഡ് ബൈ √3. √3 കട്ട് ചെയ്ത് പോയി, ദാറ്റ് ഈസ് 30 എന്ന് കിട്ടും. അപ്പൊ 30ന്റെ ഓപ്പോസിറ്റ് 30 ഇനി ഈ 90ന്റെ ഓപ്പോസിറ്റിൽ കിട്ടാൻ വളരെ സിമ്പിളാ. ഈ 30ന്റെ ഇരട്ടി ആയിരിക്കും, ദാറ്റ് ഈസ് 60. കണ്ടോ? അപ്പൊ ഇങ്ങനെ പല രൂപത്തിലും ക്വസ്റ്റ്യൻ വരാം. ഏതെങ്കിലും ഒരു സൈഡാവും തന്നിട്ടുണ്ടാവുക. അപ്പൊ ആ ബേസിക് കാര്യങ്ങൾ തലയിൽ നല്ല ഭംഗിയിൽ ഉറപ്പിക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലൊക്കെ എഴുതി ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത് മനസ്സിൽ നന്നായിട്ട് ഉറപ്പിച്ചാൽ ഈ സംഗതികൾ വളരെ സിമ്പിളാണ്. ഒരു പേടിയും പേടിക്കണ്ട, വളരെ സിമ്പിളാണ്. ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം. ഒരു ചെറിയ എക്സാമ്പിൾ കൂടി വായിക്കണ്ടല്ലോ. ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം. നോക്ക്, ഇപ്പൊ 60 ഡിഗ്രിന്റെ ഓപ്പോസിറ്റില് ഒരു 20√2 ആണെന്ന് എഴുതിക്കോ. 60ന്റെ ഓപ്പോസിറ്റിൽ എന്താ? 20√2. 20√2 നമുക്ക് കാണേണ്ടത് 30ന്റെ ഓപ്പോസിറ്റിലാ. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? 30ന്റെ ഓപ്പോസിറ്റിൽ കാണാൻ വേണ്ടിയിട്ട് എന്താണോ 60ന്റെ ഓപ്പോസിറ്റിൽ ഉള്ളത് അതിനെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയാണ് കിട്ടുക? 20√2 ഡിവൈഡഡ് ബൈ √3. 20√2 ഡിവൈഡഡ് ബൈ √3 അതാണ് 30ന്റെ ഓപ്പോസിറ്റ്. അങ്ങനെയാണെങ്കിൽ 90ന്റെ ഓപ്പോസിറ്റ് എന്താവും? ഇതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ ഇതിനെ 2 കൊണ്ട് ഗുണിച്ചത്. അപ്പൊ എങ്ങനെ വിടുക? 20√2 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 40√2 ഡിവൈഡഡ് ബൈ √3 എന്ന് കിട്ടും. ഇത് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, സിമ്പിൾ സാധനമാണ്, ഒന്നുമില്ല. ഇതിനെ √3 ആയിട്ട് ഹരിക്കുക, അപ്പൊ ഇത് കിട്ടും. എന്നിട്ട് ഇതിന്റെ ഇരട്ടി എടുക്കുക, ഇത് കിട്ടും. 20√2 ബൈ 3ന്റെ ഇരട്ടി 40√2 ബൈ √3 എന്നുള്ളതാണ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കൂല, ഇത്രയും ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. എന്നിരുന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സംഗതി നല്ല ഭംഗിയിൽ തലയിൽ ഇങ്ങനെ എഴുതി വെക്കുക, മനസ്സിലാക്കി വെക്കുക. 30ന്റെ ഓപ്പോസിറ്റിൽ എന്താണോ അതിനെ √3 കൊണ്ട് ഗുണിച്ചാൽ 60ന്റെ ഓപ്പോസിറ്റിൽ കിട്ടും. നേരെ തിരിച്ചെങ്ങനെ പറയാ? 60ന്റെ ഓപ്പോസിറ്റിൽ എന്താണോ അതിനെ √3 കൊണ്ട് ഹരിച്ചാൽ 30ന്റെ ഓപ്പോസിറ്റിലുള്ള കിട്ടും. ഇനി 30ന്റെ ഓപ്പോസിറ്റിൽ എന്താണോ അതിന്റെ ഇരട്ടി ആയിരിക്കും 90ന്റെ ഓപ്പോസിറ്റിൽ ഉണ്ടാവുക. തിരിച്ചെങ്ങനെ പറയാ? 90ന്റെ ഓപ്പോസിറ്റിൽ എന്താണോ അതിന്റെ പകുതി ആയിരിക്കും 30ന്റെ ഓപ്പോസിറ്റിൽ ഉണ്ടാവുക. ഇത്രയും സംഗതികൾ മാത്രം പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ബേസ് ചെയ്ത് വരുന്ന ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ സംഗതികൾ. ഓക്കെ, സോ ഈ ഒരു പാർട്ടും അതോടുകൂടി നമുക്ക് എന്തായി? ഫിനിഷ് ആയി കേട്ടോ. ഈ ഒരു പാർട്ടും ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ.